അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് അവൻ ആരായിരിക്കും എന്ന കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധർമ്മമൂർത്തിയായവൻ അഥവാ എതിർ ക്രിസ്തു എപ്പോഴായിരിക്കും വരുന്നത്, അവൻ വരുന്ന സമയം. അതിനെക്കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാണ്. പൗലോസ് തെസ്സലോനിയർക്ക് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് ആ തെസ്സലോനിക്കയിലുള്ള ആളുകളെ കൺഫ്യൂസ് ആക്കിയിരിക്കുകയാണ്. അവരൊക്കെ അന്യജാതിക്കാർ ആയ വ്യക്തികളാണ്. അവർക്ക് യഹൂദന്മാരുടെ തൗറ നന്നായിട്ട് അറിഞ്ഞുകൂടാ. അവരുടെ ഇടയിലേക്ക് ചില ആളുകൾ വന്നിട്ട് അവരോട് പറയാണ്, യേശു ക്രിസ്തു മടങ്ങി വന്നു കഴിഞ്ഞു, ആ രണ്ടാമത്തെ വരവ് ഓൾറെഡി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ രണ്ടാമത്തെ വരവ് ഓൾറെഡി കഴിഞ്ഞെങ്കിൽ ഇവർ കൈവിടപ്പെട്ടു പോയി, കർത്താവ് അവരെ സ്വീകരിച്ചില്ല എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അവരവിടെ ആയിരിക്കുന്നത്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും അങ്ങനെ ആ രണ്ടാമത്തെ വരവ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാനും വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പൗലോസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അത് സുവിശേഷത്തിൻ്റെ അനിഷേധ്യമായ ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഘടകമാണ് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്. അപ്പോൾ കർത്താവിൻ്റെ ആ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിലാണ് എതിർ ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ കർത്താവ് രണ്ടാമത് വരുന്നത്? ഒന്നാമതായിട്ട് കർത്താവ് വന്നപ്പോൾ പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള യാഗമായി തീർന്നു. അവൻ ഉയർത്തെഴുന്നേൽപ്പിലൂടെ പുതിയ സൃഷ്ടിയുടെ ആരംഭം കുറിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവനെ പോലെയുള്ള വ്യക്തികളാക്കി ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. രണ്ടാമത് അവൻ വരാൻ പോകുന്നത് ഈ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന ആളുകൾക്ക് അവനെ പോലെയുള്ള പുതിയ ശരീരങ്ങൾ കൊടുക്കാനാണ്. അവർക്ക് പുനരുത്ഥാന ശരീരങ്ങൾ കൊടുക്കാനും അവർ അവനോടുകൂടെ ഈ ഭൂമിയിൽ വാഴുന്ന ഒരവസ്ഥ, ഈ ഭൂമിയും ഈ പ്രപഞ്ചവും തന്നെ പാപത്തിനും ശാപത്തിനും മരണത്തിനും ദ്രവത്വത്തിനും കീഴടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ വീണ്ടെടുത്ത് അതിനെ പൂർണ്ണമായും ദ്രവത്വമില്ലാത്ത മരണമില്ലാത്ത ജീവൻ വ്യാപരിക്കുന്ന സ്നേഹം വ്യാപരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നെങ്കിൽ മാത്രമേ ഈ ബൈബിളിൻ്റെ പ്രൊഫസി കംപ്ലീറ്റ് ആവുള്ളൂ. പഴയ നിയമത്തിൻ്റെ ആണെങ്കിലും പുതിയ നിയമത്തിൻ്റെ ആണെങ്കിലും ഈ പ്രവചനം മുഴുവനായിട്ടും കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നെങ്കിലേ ഒക്കുള്ളൂ. പുതിയ നിയമത്തിൻ്റേത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പോയത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തേതിൽ യോഹന്നാൻ പറയുന്നത്, കർത്താവെ വേഗം വരണേ, കർത്താവ് മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. ആ മടങ്ങി വരും ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ല. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടും സംഭവിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് വരും എന്നുള്ള ഒരു പ്രോമിസ് വേദപുസ്തകം നമുക്ക് തരുന്നു. അന്ന് നമ്മളെ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ തീരും എന്നും വേദപുസ്തകം നമുക്ക് തരുന്നു. അതാണ് പ്രോബ്ലം ഓഫ് ഈവിളിൻ്റെ സൊല്യൂഷൻ. എന്നാണ് ദുഷ്ടത ഈ പ്രപഞ്ചത്തിൽ അവസാനിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. ആ ദിവസം ന്യായവിധിക്ക് ശേഷം കർത്താവ് ഈ മുഴുവൻ പ്രപഞ്ചത്തെയും പുതിയ രൂപത്തിൽ പുതിയ സൃഷ്ടി ആക്കി തീർത്ത് കഴിയുമ്പോൾ അവനോടുകൂടെ നമ്മളെല്ലാവരും വെളിപ്പെടും. ആ സമയം തൊട്ട് പിന്നെ ഈവിൾ എന്ന് പറയുന്ന കാര്യം, ദുഷ്ടത എന്ന് പറയുന്ന കാര്യം പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. ഈവിൾ എന്ന് പറയുന്ന കാര്യമാണ് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് എല്ലാ മനുഷ്യരെയും പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധികളും രോഗങ്ങളും ദാരിദ്ര്യവും മരണവും ദ്രവത്വവും ഒക്കെ ഉള്ളത്?
എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് പലപ്പോഴും ആളുകൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നത്. ആ ദൈവത്തെ അവർ അന്വേഷിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ദുഷ്ടത? അതിനെ പല രീതിയിൽ പല ആളുകളും ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദുഷ്ടതയും സഫറിങ്ങും അത് മൂലമുണ്ടാകുന്ന, നല്ല മനുഷ്യർക്കുണ്ടാകുന്ന വേദനയും അത് ഇന്നും ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, കർത്താവ് യേശു ക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ചപ്പോൾ അത് തീർന്നില്ലേ? എന്തുകൊണ്ടാണ് അത് വീണ്ടും ഈ ലോകത്തിലുള്ളത്? തീർന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അത് തീർക്കാനുള്ളൊരു വഴി അന്ന് മുതൽ തുറക്കപ്പെട്ടു. കാരണം മനുഷ്യൻ്റെ പാപം മൂലമാണ് മരണം വന്നതും ദ്രവത്വം വന്നതും. പാപം ക്ഷമിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മരണവും ദ്രവത്വവും ഇല്ലാതാകും. പക്ഷേ പാപം ക്ഷമിക്കപ്പെട്ട ആ വ്യക്തികൾ ഇപ്പോഴും പുനരുദ്ധാന ശരീരം എന്ന് പറയുന്ന ശരീരം, കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന് ലഭിച്ച ശരീരം പ്രാപിച്ചിട്ടില്ല. അത് കർത്താവിൻ്റെ ആ രണ്ടാം വരവിലാണ് സംഭവിക്കുക. അതുവരെയും ഈ ലോകത്തിൽ ദുഷ്ടതയും ക്രൂരതയും പിശാചിൻ്റെ പ്രവൃത്തിയും ഒക്കെ ഉണ്ടാവും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ആ ലോകത്തെ ജയിക്കാൻ, ലോകത്തിലെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ജയിക്കാനും അതിജീവിക്കാനും വേണ്ടി ദൈവം ഓരോ വിശ്വാസിക്കും തരുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, ഒരു ശക്തിയുള്ള വ്യക്തിയാണ്. ആ വ്യക്തികളുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരോടും കൂടെ പരിശുദ്ധാത്മാവ് ഇരിക്കും. കർത്താവായ യേശു ക്രിസ്തു ആദ്യത്തെ വരവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഓർമ്മിപ്പിച്ച് അതിൽ അവരെ ധൈര്യപ്പെടുത്തും, സ്ഥിരപ്പെടുത്തും. മറ്റുള്ളവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സഹായിക്കാനും ക്ഷമിക്കാനും അനുഗ്രഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തും. അങ്ങനെ ഒരു ജീവിതം അവർ നയിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹമില്ലാത്ത ഈ ലോകത്തിൽ, കഷ്ടതയും ദുരിതവും നിറഞ്ഞ ഈ ലോകത്തിൽ, കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് അവർ പ്രദർശിപ്പിക്കുമ്പോൾ അവർ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായി തീരും, കർത്താവിൻ്റെ സാക്ഷികളായി തീരും. സ്നേഹവാനായ പിതാവിൻ്റെ സ്വരൂപം അവരിൽ വെളിപ്പെടും. അങ്ങനെയുള്ളവരെ അവർക്ക് ഒരു പ്രതിഫലം എന്നുള്ള രീതിയിലാണ് കർത്താവായ യേശു ക്രിസ്തു പുതിയ ശരീരം തരാനായിട്ട്. കർത്താവുമായിട്ടുള്ള ഉടമ്പടിയിൽ ജീവിക്കുന്ന ഓരോ ദൈവപൈതലിനും ധൈര്യപ്പെടാൻ ആ ഒരു വചനം മാത്രം മതി. കർത്താവ് വരും, നമ്മുടെ പ്രതിസന്ധിയും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അന്ന് തീരും. നമ്മളെ ദൈവം സന്തോഷത്താലും സമാധാനത്താലും സമാധാനത്തിൻ്റെ സമൃദ്ധിയാലും നിറയ്ക്കും. ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവും ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു വരും, എന്ന് ഈ പ്രപഞ്ചം ദ്രവത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ ദ്രവത്വത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം പ്രാപിക്കും, നമ്മളും പ്രാപിക്കും. നമുക്കെല്ലാവർക്കും ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത ചിരഞ്ജീവിയായിട്ടുള്ള ശരീരങ്ങൾ ലഭിക്കും. നമ്മൾ കർത്താവിൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അത് പുതുക്കപ്പെട്ട ലോകമായിരിക്കും, ജീവിക്കും, വാഴും. അപ്പോൾ കർത്താവിൻ്റെ ആ വരവ് പുതിയ നിയമപ്രകാരം ആവശ്യമാണ്. എന്നാലേ പ്രോഫസി അഥവാ പ്രവചനം കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ പഴയ നിയമപ്രകാരം അതിൻ്റെ ആവശ്യം എന്താണ്? പഴയ നിയമപ്രകാരം ഇസ്രായേലിൻ്റെ മെസ്സിയ എന്ന് പറയുന്ന വ്യക്തി, ഇസ്രായേലിൻ്റെ ദൈവം അവിടെ രക്ഷകനായിട്ട് വരും എന്ന് യെശയ്യാവിൽ കൂടെ ദൈവം പറഞ്ഞു. ഇസ്രായേലിൻ്റെ ദൈവം ദാവീദിനെ പോലെയുള്ള ഒരു രാജാവായിട്ട്, അതിനെയാണ് മെസ്സിയ എന്ന് വിളിക്കുന്നത്, വരും എന്നും ദൈവം യെഹെസ്കേലിൽ കൂടെ പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് സംഭവിച്ചു എന്ന് ഇസ്രായേലിലെ എല്ലാ ജനങ്ങളും ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേലിലെ ഒരു കൂട്ടം ആളുകളാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരായ ആളുകൾക്കാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചത്. അവരാണ്
കർത്താവാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ മെഷിയ എന്ന് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അത് നിമിത്തം വെറുക്കപ്പെടുകയും ഇസ്രായേലിൻ്റെ സമൂഹത്തിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അവർ ക്രിസ്ത്യാനിറ്റിയായി വളരുകയും ചെയ്തു. ബാക്കിയുള്ളവർ, ഇസ്രായേലിലെ അധികാരികൾ, കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ അധികാരികൾ കർത്താവിനെ സ്വീകരിച്ചില്ല. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ മതത്തിൻ്റെ അധികാരികൾ കർത്താവിനെ അവരുടെ മെസ്സിയായിട്ടോ ദൈവമായിട്ടോ സ്വീകരിച്ചില്ല. ഇന്നും യഹൂദന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ മെസ്സിയായിട്ടും അവരുടെ ദൈവമായിട്ടും സ്വീകരിച്ചിട്ടില്ല. ആ ഒരു കാര്യം സംഭവിക്കണം. എന്നാലേ പഴയ നിയമത്തിൻ്റെ പ്രവചനം കംപ്ലീറ്റ് ആവുള്ളൂ. പഴയ നിയമത്തിലെ പ്രവചനം എന്ന് പറഞ്ഞാൽ മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ വരും, നിങ്ങൾ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കണം. അത് ഒരു മെസ്സിയാനിക് പ്രവചനമാണ്. അങ്ങനെ ഒരു പ്രവാചകൻ ഇതുവരെയും വന്നിട്ടില്ല യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൽ, യേശുക്രിസ്തു വിശ്വസിച്ച ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൽ അത് യേശുക്രിസ്തുവായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആ പ്രവചനം യേശുക്രിസ്തുവിൽ നിവൃത്തിയായി എന്നാണ്. ഇസ്രായേലിനെ മുഴുവൻ ഭരിക്കുകയും ഈ ലോകത്തിൻ്റെ തന്നെ രാജാവുകയും ഈ ലോകത്തിന്മേൽ ആക്ഷരികമായ തലത്തിൽ വാഴുകയും ഈ ലോകത്തെ ഭരിക്കുകയും ഇവിടെ ദൈവരാജ്യം, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ രാജ്യം, യഹോവയുടെ രാജ്യം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും മെസ്സിഹ. അതായിരിക്കും മെസ്സിഹയുടെ കാലഘട്ടം എന്നാണ് ഇസ്രായേൽ മുഴുവനും അന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷെ അതൊന്നും യേശുക്രിസ്തു ചെയ്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് അവർ സ്വീകരിച്ചില്ല. യേശുക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. അവൻ മെസ്സിയാണ് വാസ്തവത്തിൽ എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരും. മാത്രമല്ല റോമക്കാരുടെ അധീനതയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കും. മാത്രമല്ല അവൻ്റെ ഒരു രാജ്യം സ്ഥാപിക്കും. ഈ ലോകം മുഴുവൻ അത് വ്യാപിക്കും. അവൻ ലോകരാജാവായി തീരും. അതാണ് മെസ്സിഹ. അത് ആണ് പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. അബ്രഹാം മുതൽ ദാവീദ് മുതൽ പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടി വായിച്ചാൽ ഭൗതിക തലത്തിൽ ഇസ്രായേലിൻ്റെ രാജാവ് ലോകത്തിൻ്റെ മഹാരാജാവായി വാഴുകയും ഇസ്രായേലിൻ്റെ ദൈവം ലോകത്തിൻ്റെ ദൈവമായി അംഗീകരിക്കപ്പെടുകയും അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ, ഭൗതിക ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ. ആ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ആ സമയത്ത് മാത്രമേ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ പ്രവചനം പൂർണ്ണമായിട്ട് നിവൃത്തിയായതായിട്ട് യഹൂദന്മാർ കണക്കാക്കുള്ളൂ. അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എതിർ ക്രിസ്തു വരും. അവൻ ഈ ലോകത്തെ മുഴുവൻ വാഴുന്നത് പോലെയായിട്ട് അവർക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പം അനേകം യഹൂദന്മാർ അവനിൽ വിശ്വസിക്കും. എന്നാൽ കുറേ കഴിയുമ്പം അവൻ പറയും, നമുക്ക് ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല, തോറയുടെ ആവശ്യമില്ല, നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഞാനാണ് ദൈവം. അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ യഹൂദന്മാർക്ക് തിരിച്ചറിവുണ്ടാകും. അവർ മനസ്സിലാക്കും ഇവൻ ഒരു വ്യാജനാണ്. അവർ അവനെതിരെ എതിർക്കും. അങ്ങനെ എതിർക്കുന്ന സമയത്ത് അവർ കുത്തി പരിക്കേൽപ്പിച്ച യേശു ക്രിസ്തുവിലേക്ക് അവർ നോക്കും. ആ കുത്തിയവങ്കിലേക്ക് അവർ നോക്കുന്ന ഒരവസ്ഥ അത് ഇതുവരെ നടന്നിട്ടില്ല. അത് പഴയ നിയമത്തിലെ ഒരു പ്രവചനമാണ്, സെക്രിയ പ്രവചനത്തിലുള്ളത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ആവർത്തിക്കുന്നുണ്ട്. കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ആ ഒരു സംഗതി ഇതുവരെയും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവർ കുത്തി പരിക്കേൽപ്പിച്ച് മുറിവേൽപ്പിച്ച് കൊന്ന യേശു ക്രിസ്തു അവരുടെ മെസ്സിയായി അവരുടെ യഥാർത്ഥ രാജാവായി തിരിച്ചു വരുന്ന ഒരവസ്ഥ. നിന്നെ ഞങ്ങൾക്ക് അധികാരിയാക്കിയത് ആര് എന്ന് യഹൂദന്മാർ മോശയോട് ചോദിച്ചിരുന്നു. മോശയുടെ അധികാരത്തെ അവർ എതിർത്തു. ആദ്യത്തേതിൽ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതായിട്ട് മോശയെ ദൈവം അയച്ചു. അപ്പോഴാണ് യഹൂദന്മാർ മോശയിൽ കൂടെ പല അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ദൈവം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന യഹൂദന്മാർ, ഇസ്രായേൽ മോശയിൽ വിശ്വസിച്ചത്.
അതേമാതിരിയായിരിക്കും. കാരണം മോശയുടെ ഒരു പ്രതിബിംബമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ ഇസ്രായേൽ മുഴുവനും അവനെ അംഗീകരിക്കുന്നില്ല. അവൻ പോയി, അവൻ തിരിച്ചു വരും. അവൻ മടങ്ങി വരുന്ന സമയത്ത് ഇസ്രായേൽ മുഴുവനും അവനെ അംഗീകരിക്കും.